ഹായ് കൂട്ടുകാര്, ഇന്ന് ഞാന് നിങ്ങൾക്കും സങ്കടം ഉണ്ടാവും, എനിക്കും സങ്കടം. അങ്ങനത്തെ ഒരു വീഡിയോ അന്നത്തെ കിട്ടോ. ആരും ഒന്നും വിചാരിക്കേണ്ട, പൂർവാധിക ശക്തിയോട് കൂടെ ഞാൻ നിങ്ങളെ വീണ്ടും കാണിക്കൂ. ഇപ്പം എനിക്കിതിങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ വീഡിയോയിലോട്ട് വരിക, നമുക്ക് എന്തൊക്കെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുമ്പോൾ ഞാൻ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്ത് കാണാൻ നോക്കണം കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യലുണ്ടെന്ന് എനിക്കറിയാം, മറന്നു പോയവരുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തിയതാ. എന്നാൽ വരി, നമുക്ക് വീഡിയോയിലോട്ട് പോവാലോ. രാവിലെ തന്നെ മഴയാട്ടോ, മഴയാണ്, നേരിയ മഴയാ. എന്നാൽ ഇതൊക്കെ വെട്ടിപ്പോക്കുക കേട്ടോ. എല്ലാം വെട്ടിപ്പോക്കിയാൽ മാത്രമേ നമുക്ക് നല്ല ഉഷാറിൽ പിന്നെ തളിരി വരും, പൂ വരും. ഭംഗി കിട്ടണമെങ്കിൽ ഇതൊക്കെ പോക്കണം. എന്തൊരു സങ്കടം കേട്ടോ ഈ പൂവൊക്കെ പോകുന്നത്. നല്ല വൃത്തിയാ. എൻ്റെ ഇതെല്ലാം കളയാ ഞാനൊക്കെ, എൻ്റെ സമയം കഴിഞ്ഞു. ഇതെല്ലാം വെട്ടിപ്പോക്കുക. ഇത്ര പ്രാവശ്യം എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിച്ചതാ ഇത്. ഈ മെലസ്റ്റോമിയും പൂക്കും. മെലസ്റ്റോമിയൊക്കെ ഹൈറ്റ് അങ്ങ് കുറക്കുക. നിങ്ങളെ നാട്ടിൽ ഇപ്പം മഴയാണോ? രാവിലെ തന്നെ മഴയാണ്. പണിക്കാരെ വിളിച്ചത്, അല്ലാതെ എനിക്ക് സാധിക്കൂല. നോക്കി, പൂക്കൾ ഇതാ രണ്ടാമത് വരുന്ന പൂക്കളാണ് അത് കേട്ടോ. എന്ത് ചെയ്യാനത് നിർത്തുന്നില്ല. ഓറഞ്ചൊക്കെ നിറയെ പൂക്കൾ മുട്ടിട്ട് ഇങ്ങനെ വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇത് സ്ട്രോങ്ങിൽ ഉഷാറിലുണ്ടാവും പൂക്കിയാൽ. കട്ടച്ചോപ്പിന് വലിയ പ്രശ്നമല്ല. കട്ടച്ചോപ്പിന് അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ വെട്ടി മാറ്റാൻ പോണ്. പ്രൂണിങ്ങിൻ്റെ ടൈമാണ് ഇപ്പം. പ്രൂൺ ചെയ്താൽ മാത്രമേ, നമ്മൾ വേദനിച്ചിട്ട് കാര്യമല്ല, പ്രൂൺ ചെയ്താൽ മാത്രമേ പിന്നീട് ഉഷാറിൽ പൂക്കുള്ളൂ. എന്തൊരു ഇല വെച്ച് വന്നിത്, ഭയങ്കര ഇല ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ആ മഞ്ഞപ്പൂ പോക്കൂ, ആ മഞ്ഞപ്പൂ എല്ലാം പോക്കും. അവസാനം ഞാൻ മഞ്ഞപ്പൂവിൻ്റെ ആ തണ്ട് എന്താ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ. ആവുന്ന നമുക്ക് താഴെ കൊണ്ടുപോയിടാം, കൂട്ടിയിടണ്ട, റോഡ് സൈഡല്ലേ. ഇത് നിറയെ പൂവുള്ള സമയത്ത് എല്ലാവരും ചോദിക്കും കമ്പ് തരുമോ, കമ്പ് തരുമോ. ഇപ്പം ഇതാ കമ്പ് ഇഷ്ടം പോലെ കമ്പ്, കമ്പ് ഇങ്ങനെ വെട്ടിയിടുന്ന് റോഡ് സൈഡാ. കാണുന്നവർ കൊണ്ടുപോയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ തെങ്ങിൻ്റെ മരത്ത് കൊണ്ടുപോയി അങ്ങ് ഇട്ട്. ഇത് മുള്ളായത് കൊണ്ട് തോട്ടത്തിൽ വലിച്ചെറിയാൻ പറ്റൂല, ജൈവ എന്നൊക്കെ പറഞ്ഞിട്ടും കൂട്ടിയിടാൻ പറ്റൂല. ആന്തൂറിയ, എന്നോട് ഒരാൾ പറഞ്ഞ് ഈ ആന്തൂര്യത്തിലെ ഇതില്ലേ, ഇതങ്ങ് കട്ട് ചെയ്ത കുറേ പൂക്കൾ ഉണ്ടാവും. ഇത് ഞാൻ ഇതൊന്നും കട്ട് ചെയ്തില്ല, ഇത് മാത്രം ഒന്ന് കട്ട് ചെയ്ത്. ഞാൻ കട്ട് ചെയ്തിട്ടാണെന്ന് അറിയില്ല, ഞാൻ ഇവിടെ വെട്ടിയപ്പോൾ അതാ പൂ വരുന്നു, അതിൻ്റെ ഉള്ളിലൂടെ പൂ വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് ശരിയായിരിക്കും. എന്നാൽ ലാഡർ ഉള്ളത് കൊണ്ട് സമാധാനത്തിൽ വെട്ടാം. അതായത് കയറി നിന്നിട്ട് ഒരു ലാഡർ നമ്മൾ പൊരക്ക ആവശ്യം കേട്ടോ. അത് വാങ്ങുകയാണെങ്കിൽ ഇങ്ങനത്തെ തന്നെ വാങ്ങണം. നല്ല ചവിട്ടി നിൽക്കാനും അങ്ങനെ വെക്കി വെക്കുക ഒന്നുമില്ല, സൂപ്പറാ. ഇതാ വെട്ടി, ഇതൊക്കെ ഇവിടെ കാട് പോലെ ഇനി എല്ലാം പോയിട്ടോ, കുറേ വാരിക്കൊണ്ടുപോയിട്ട്. ഇതാ എത്ര തണ്ടാണുള്ളത്. തണ്ട് പൊട്ടിച്ച് നടന്ന ചെടിയായത് കൊണ്ട് ആർക്കും കൊണ്ടുപോയാൽ നട്ടുണ്ടാവും. നല്ല മഴ, ഇപ്പം കുറച്ച് വെയിലാട്ടോ. രാവിലെ പണി തുടങ്ങുമ്പോൾ നല്ല ഒരു മഴ ആയിരുന്നു. എന്താ ഇനി അത്രയും ആ ഭാഗങ്ങളൊക്കെ ഉണ്ട്. വെട്ടി 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 നോക്ക്, മുറ്റം തന്നെ വീതി കൂടിയ പോലെ. ഇതാ ഫുള്ള് വെട്ടി, ഇതാ ഒരു ലെവലില് ആ മതിലിൻ്റെ ആ ലെവലില് വെട്ടി അങ്ങ് ഒഴിവാക്കി. എത്ര ഉണ്ടായിരുന്നു നോക്ക്. ഇതൊക്കെ ഇതാർക്ക് വേണമെങ്കിലും ഞാൻ കൊടുക്കും. ഇത് നിങ്ങൾ വിചാരിക്കുന്നത് നട്ടാണ്ടാവൂല, ഈ മാസം നട്ടാലും മതി. അതിൻ്റെ എത്ര ഉള്ള ഒരു കമ്പ് അങ്ങ് പൊട്ടിച്ച് നട്ടാൽ എങ്ങനെ ഉണ്ടാവും, അടിപൊളിയിലുണ്ടാവും. ഇത് എത്ര അപ്പോൾ വീട്ടുകാർക്കുണ്ടത്.
ഇതൊന്നും അല്ല, കുറേ കൊണ്ടുപോയിട്ട് ഇത് എന്താ പ്രശ്നം അറിയോ, ഭയങ്കര മുള്ള. ഇതാ ഈ മുള്ള്, ഈ തണ്ട് ഉണങ്ങിയാലും മുള്ളൊന്നും ആകില്ല, ഒന്നും കൂടി ശക്തി കൂടിയുള്ളൂ. അപ്പം ഞാൻ അതിനനുസരിച്ച് ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് കത്തിക്കുക, അത് പരിഹാരമുള്ളൂ. നല്ല മുള്ളു. ഞാനിത് നട്ടിട്ട് ഞാനിത് പുറം കാണിച്ചു തരാം കേട്ടോ, പുറത്ത് വെട്ടിയിട്ട കോലം കാണിച്ചു തരാം. എന്താ പുറം നോക്കി, വീടിന്റെ മതിലിന്റെ പുറത്ത് എല്ലാവരും ചോദിക്കും നിങ്ങൾ ബോഗൺവില്ല എവിടെയാ നട്ട്. ഞാൻ മതിലിനോട് പറ്റിച്ചിട്ട് ഒന്ന് ഇവിടെ നട്ട്, ഒന്ന് അവിടെ നട്ട്, ഒന്ന് അങ്ങ്, ഇതാ ഒന്ന് ഇവിടെ. ഇതെല്ലാം കൊണ്ടുപോവാനാ, ഇതെല്ലാം ഇവിടെ ഇതാ ഈ പൂവൊക്കെ പൂക്ക് കേട്ടോ, അതെല്ലാം പൂക്ക്. എന്തോ ഇതിൻ്റെ അടിയിലൊക്കെ നിറച്ച് പൂട്ടുണ്ട്. ഈ ചെടിയെല്ലാം മാറ്റുക, ഇവിടെ ഒന്ന് വൃത്തിയാക്കാൻ പോവുക. എൻ്റെ മെലസ്റ്റോമ പൂക്ക് കേട്ടോ. എല്ലാവർക്കും മെലസ്റ്റോമ പൂ നിറയും ഭയങ്കര ഇഷ്ടമാണ്. പൂവില്ലാത്ത ഒരു രസമല്ല, ബോഗൺ വലിയ രസമുള്ളൂ. അപ്പം ഞാൻ ഇതിനെ ഒരു ലെവൽ ചെയ്ത് അങ്ങ് വെട്ടി മാറ്റുക, എടുത്ത് കുറ്റിയാക്കി നിർത്താൻ പോവുക. കുറ്റിയാക്കി നിർത്തിയാൽ എന്തൊക്കെ എല്ലാം നന്നാക്കാനുള്ളത് അതൊക്കെ, അങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമല്ല. എല്ലാം ഇതൊക്കെ പോക്കൂട്ടോ. ഇതിവിടെ വെക്കാം അല്ലേ, ഇതിവിടെ വെക്കാൻ തോന്നുന്നു. ഇത് അങ്ങോട്ടില്ലല്ലോ. ഇതിലിങ്ങനെ പിന്നെ ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി, എന്നാൽ പരന്നിട്ട് അവിടെ ഉണ്ടായിക്കോളൂ. ഇനി ഇവിടെ ഫുള്ള് നന്നാക്കി ക്ലീൻ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു സൂത്രം നടാൻ പോവുക വരിയായിട്ട്. ഞാനിതിൽ കാണിക്കുന്നുണ്ട് അത് കേട്ടോ. അതിന് വേണ്ടി ഇതൊക്കെ കൊണ്ടുപോയി തട്ടിയിട്ടേ പറ്റൂ. ഇപ്പം പറ്റൂല, ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ എൻ്റെ ബോഗൺവില്ല ഫുൾ വെട്ടി ഇതാ കുറ്റിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം എടുത്ത് ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെച്ചിന്, ഉണങ്ങിയിട്ട് വേണം കത്തിക്കാൻ. കൊമ്പൊന്നും ആരും കൊണ്ടുപോയിട്ടൊന്നുമില്ല, എല്ലാം ഞാൻ ബാക്ക് കൊണ്ടുപോയി വെച്ചിന്. ഞാൻ അടിഭാഗം എന്താ ചെയ്യുന്നതെന്നറിയോ, ഇത് ഫുള്ളായിട്ട് അങ്ങോളുണ്ട് കാട് നിറഞ്ഞ് നടക്കുക. അതാ നിറയെ കാടാ. അതെല്ലാം വെട്ടി ഇങ്ങനെ ചതുരത്തിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഞാൻ അടിപൊളിയായിട്ട് ചെടി നടുന്നുണ്ട്. പൊക്കാത്ത ചെടി, അധികം പൊക്കം വരില്ല, വെട്ടിക്കൊടുക്കുക. എന്നിട്ട് കുറ്റിയായിട്ട് നിറയെ പൂവിടുന്ന ചെടി നടാൻ വേണ്ടി എന്താ ഇതിനോട് സ്വന്തമാവൂല, അതുകൊണ്ട് കാളെ വിളിച്ചതാ. ഇങ്ങനെ വെട്ടിയെല്ലാം കഴിഞ്ഞത് ലാസ്റ്റ് വ്യൂ അത് നോക്ക്. എല്ലാ ചെടിയും പോയി, മൊത്തം പോയി എന്ന് അറിഞ്ഞൂടാ, പ്രൂണിങ്ങാ. മേൽഭാഗം മൊത്തം പോക്കി, ആർച്ച് പോലുള്ളതൊക്കെ ഇതാ ഇത് വെട്ടിപ്പോക്കി. ഇനി ഇവിടെ കണ്ട വൃത്തിയാക്കിയേ, ഇവിടെ എന്തേലും കാട് പിടിച്ചിട്ട് ഇറങ്ങാൻ പറ്റൂലേ, പാമ്പിനെ പേടിയിന്. ഇത് റോഡ് സൈഡുമാണ്. അപ്പം ഞാൻ വൃത്തിയാക്കിയത്. അത് മാത്രമല്ല, നബിദിനം വരിക, റാലി ഇതിലെ പോവും. അപ്പം നമ്മളെ വീടും പരിസരവും വൃത്തിയില്ലാതെ കാണുമ്പോൾ വേഗം പണിക്കാരെ വെച്ച് ചെയ്തതായത്. ഇവിടെ എല്ലാം ഞാനിനി നടാൻ പോകുന്ന കാണിച്ചു തരട്ടോ. ഇങ്ങനെ വരിയായിട്ട് ഇതാ ഇത് ആർച്ച് വെട്ടിയ കൂടിപ്പോയോ, എനിക്കതൊരു പേടിയുണ്ട്. അവിടെ കൂടിപ്പോയോ എന്നൊരു സംശയം. അത് സാരല്ല, അത് ഞങ്ങൾ പോക്കും. എന്താ ഇവിടൊക്കെ ഞാൻ നടാൻ പോവുക കേട്ടോ. ഇതൊന്നും വേണ്ട, ഇതൊന്നും ഇനി വേണ്ട. ഇവിടുന്ന് ഇങ്ങനെ നടുക. ഏത് പൂവാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ വെയിൽ നല്ലോണം കിട്ടിയല്ലോ, അപ്പം ഞാൻ ഇതിൻ്റെ മേലെ ചട്ടി വെച്ച് എൻ്റെ 10 മണി ഓരോരുത്തർ എനിക്ക് ഗിഫ്റ്റ് തന്നിന്. ഇങ്ങനെ എതിളുള്ള 10 മണി, അതൊക്കെ ഞാൻ ഇപ്പം വെയിലത്ത് വെച്ച് നല്ല ഉഷാറാകുന്നുണ്ട്. ഇന്ന് ചുറ്റിയുള്ളൂ, ഇന്നലെ നല്ലോണം പോകും. ഇതാ നടാൻ പോകുന്ന ഈ ചെടിയാ. ഇത് വള്ളിച്ചെടിയാക്കി നമുക്ക് മാറ്റാം, ആർച്ച് പോലെ ആക്കി നമുക്കിത് മാറ്റാം, കുറ്റിച്ചെടിയാക്കി നമുക്ക് മാറ്റാം. നമ്മൾ വിചാരിക്കും പോലൊക്കെ ഇത് നമ്മളെ രീതിയിൽ നിന്ന് വരും. ഈ ചെടി ഇതാ പൂവ്, മഞ്ഞപ്പൂവ്, ഒരു മഞ്ഞപ്പൂവ് തെളിവുള്ളത് കിട്ടുന്നില്ല, കാരണം വെട്ടിയിട്ടപ്പം വാടിപ്പോയി. ഇതാ ഈ മഞ്ഞപ്പൂവാ ഞാൻ നടാൻ വിചാരിച്ച്. ഇത് ഇപ്പം മഴ വരുന്നുണ്ട്, മഴയാണല്ലോ. ഇതാ ഈ മഞ്ഞപ്പൂ കണ്ടോ, ഇതിനി വരിയായിട്ടങ്ങ് നട്ടു കൊടുക്കട്ടെ. എന്നിട്ട് ഞാൻ അടിഭാഗം കട്ട് ചെയ്തിട്ട് ഒരു വരമ്പ് എങ്ങനെ അങ്ങ് നടും. അപ്പം മൊത്തം മഞ്ഞ ഉണ്ടാവുമല്ലോ, അതൊരു എൻ്റെ പ്ലാനിങ് ആട്ടോ. ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നടുമ്പോൾ ഞാനത് കട്ട് ചെയ്യട്ടെ കേട്ടോ. എന്താ ഇത്ര മതി, ഇത്ര വലിപ്പം മതി. ഇത് വേഗം പിടിക്കൂ. ഒരു 4-5 ഒന്നിച്ചങ്ങ് നടുക. അങ്ങനെ കുറേ സ്ഥലത്ത് ഇത് എവിടെ കൊണ്ടുപോയിട്ടാലും ഉണ്ടാവും. നമ്മളെ മെയിൻ്റനൻസ് പോലെ ഉണ്ടാവും. നമ്മളിങ്ങനെ നനച്ച് കൊടുക്കുക, നമ്മളതിന് മണ്ണ് കൂട്ടി കൊടുക്കുക, അങ്ങനെ ചെയ്താൽ നല്ലോണം പൂവുണ്ടാവും. പിന്നെ മെയിനായിട്ട് ഇതിന് വേണ്ടത് വെയിലാണ്. ഇപ്പം അതിൽ ബോഗൺവില്ലൊക്കെ പോയല്ലോ, ഇനി ആളാകുമ്പോഴത്തേക്കല്ലേ.
ഞാൻ ഫുള്ള് കാണിച്ചു തരട്ടെ, പിന്നെ നീണ്ടും. എൻ്റെ ബോഗൺവില്ലൻ്റെ ഒരുവിധം നല്ല കമ്പൊക്കെ ഞാൻ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ഞാൻ കൊടുക്കും, പക്ഷെ ആരും വന്നിട്ടില്ല. ഞാനിനി ഇതാ ഇവിടെ ഇതാ ആർക്കും കൊടുക്കും. കുറെ വെട്ടി നുറുക്കി ഇനി ഞാൻ കൊണ്ടുപോയി നടാൻ പോവാ. എല്ലാം വിജയിക്കുന്നൊന്നും പറയാൻ പറ്റൂല, ചിലത് അങ്ങ് നന്നാവും, ചിലത് നന്നാവൂല. എന്നാലും നമ്മൾ ശ്രമിക്കുക, നമ്മൾ പരിശ്രമിക്കുക അല്ലേ, വിജയിക്കാതിരിക്കില്ല. ഇതെല്ലാം നുറുക്കിയതാ, കൊണ്ടോട്ടെ, നടാൻ കൊണ്ടോട്ടെ, പിന്നെ എടുക്കാം. അങ്ങനെ തുടങ്ങുക കേട്ടോ, നീളങ്ങനെ അങ്ങ് പോവുക. ഇതൊക്കെ എടുത്ത് മാറ്റാട്ടെ, ഇതൊക്കെ ആവശ്യമാണ്. ഇവിടുന്ന് തുടങ്ങാം. ബിസ്മില്ലാഹിർ ഉണ്ടാവട്ടെ. അടുത്തടുത്തടുത്ത് നടുന്ന്. ഇത്ര അടുത്താണ് നടുന്ന്. ഞാൻ അങ്ങത്തിട്ട് കാണിച്ചു തരാം കേട്ടോ, നീണ്ടങ്ങ് പോകും വീഡിയോ. ഈ ഭാഗം നട്ട് കഴിഞ്ഞു, ഇനി ആ ഭാഗം ഇതാ നട്ട് ഉഷാറായി. എങ്ങനെയുണ്ട്? വരിയായിട്ട് ഇത് എൻ്റെ പ്ലാൻ എങ്ങനെ വെച്ചാൽ, ഇത് നല്ല മഞ്ഞപ്പൂ ഇങ്ങനെ മേൽഭാഗം തളിര് വരുന്ന ഞാൻ കട്ട് ചെയ്യും. അപ്പം ഇതിന് ശാഖ വരും. തളിര് കട്ട് ചെയ്താൽ ശാഖ വരും. ശാഖ വന്നു കഴിഞ്ഞാൽ ഇത് നല്ല ഉണ്ടേൽ നല്ല മഞ്ഞ. ഇതിന് കാലവർഷമല്ല കേട്ടോ, മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ അത് ഉണ്ടാവും. പിന്നെ നമുക്ക് നനക്കാനുള്ള സൗകര്യം മതി. വെയിലും ഇഷ്ടം പോലെ ഉണ്ട്, ആർക്ക് വേണമെങ്കിലും ഞാൻ കൊടുക്കൂത. അവിടെയൊക്കെ നിറഞ്ഞെടുക്കുന്നു. ഈ ലൈൻ ഇപ്പം ഇതാ ഇവിടം വരെ എത്തി. ഇപ്പം തന്നെ നല്ല രസം പോലെ തോന്നി കേട്ടോ. ഫുള്ളൊന്നും മുളക്കൂല, എന്നാലും നമ്മളൊന്ന് നോക്കി വെക്കുക. ഇങ്ങനെ കട്ട പിടിച്ചങ്ങ് ഉണ്ടാക്കിയാലേ ശാഖ വന്നാൽ നല്ലതായിരിക്കും. ഇതാ മഞ്ഞപ്പൂ കണ്ടോ, കട്ട പിടിച്ച് മഞ്ഞപ്പൂ ഉണ്ടായത്. ഇത്ര പൊക്കേ ഞാൻ ഉയർന്നില്ല, ഉയരത്രേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഞാൻ കട്ട് ചെയ്യും. എന്നാൽ പിന്നെ ഇവിടുന്ന് കട്ട് ചെയ്ത് നല്ല ലൈനിലുണ്ടാവും. പാർക്കിലൊക്കെ കാണില്ല അതുപോലെ. അങ്ങനെതാ വരി കണ്ട, നീളം കണ്ട ഞെട്ടു. ഞാൻ എൻ്റെ കുടുംബക്കാരെ വീട്ടിൽ ഇത് എനിക്കത് കണ്ടപ്പാണ്, ഒന്ന് കാണുവാണല്ലോ നമുക്ക് ഓർമ്മ വരിക, പ്രചോദനം. ഇനിയും ബാക്കി, അതൊക്കെ ബാക്കി ആർക്ക് വേണമെങ്കിലും കൊടുക്കും. ഇതെല്ലാം ബാക്കി, അതൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കായിരുന്നു. ഞാൻ സ്പോട്ട് തന്നെ നനക്കട്ടെ കേട്ടോ. അങ്ങനെ നട്ട് കഴിഞ്ഞിന് സ്പോട്ട് തന്നെ അങ്ങ് നനച്ചു കൊടുക്കുക. മഴ വന്നാലും വന്നില്ല പേടിക്കണ്ടല്ലോ. നനച്ചു കൊടുത്ത സമാധാനത്തിൽ കിടന്നുറങ്ങാൻ. ചെടി ഭ്രാന്തന്മാരാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതെല്ലാം ഒരിക്കൽ ക്ഷീണം ഉണ്ടാവൂല. നട്ട് ആളായി നനക്കാതെ സ്വയം ഉണ്ടാവൂല എന്നെ പോലുള്ള ആൾക്കാർക്ക്. നനയും കഴിഞ്ഞു. ഇവിടെ കണ്ട് അങ്ങനെ ഫുള്ള് നനച്ചു. അപ്പം എൻ്റെ പ്ലാൻ എങ്ങനെയാണെന്നറിയോ, ഈ ബോഗൺവില്ലല്ലേ, എൻ്റെ പൊക്കത്തിനുള്ള ബോഗൺവില്ല ഞാൻ വെട്ടി റെഡിയാക്കി. ഈ പൊക്കത്തിന് ബോഗൺവില്ല പൂക്കൾ പല കളറിലുള്ള, താഴെ നല്ല മഞ്ഞപ്പൂവ്. എങ്ങനെ ഉണ്ടാവും, ഒരു ഫ്ലവർ ഷോ തന്നെ ആവില്ലേ. അങ്ങനെയൊക്കെ ഭയങ്കര പ്ലാനിങ്ങാ. വിജയിക്കുമെന്നറിയില്ല, എന്നാലും ഇതിൻ്റെ പുറകെ നടക്കും ഇൻഷാ അല്ലാ. അങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.